പോന്നോർ ആയിരംകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരസംക്രമവേലയോടനുബന്ധിച്ച് പോന്നോർ കലോത്സവ കമ്മിറ്റിയുടെ 43ാമത് പ്രോഗ്രാം, പോന്നോർ ഗ്രാമം സർഗവേദിയുടെ 4ാമത് നാടകം. രംഗത്ത് ഇന്ദുലേഖ മീതു മോഹൻ, രാമൻ ഷൈജു കിഴക്കൂട്ട്, ദത്തൻ ജുബി കുണ്ടുകുളം, അച്ഛൻ ബിനോയ് ബാലൻ പി, സഹായി ടിജോ ഇടക്കളത്തൂർ, കൂട്ടാളി റോബിൻ ജോസ്, രാമന്റെ അമ്മ പ്രിൻസി ബാബു, മുത്തച്ഛൻ വരുൺ ജോർജ് എ, കോരനും വെളിച്ചപ്പാടും രാജൻ ഐക്കരശ്ശേരി, കൊച്ചുമോൻ സംഗീത് കുണ്ടുകുളം, കോറസ് നവനീത് കൃഷ്ണ, ഷൺമുഖൻ ജസ്റ്റിൻ. രംഗസജ്ജീകരണം ജോയ് തോമസ് ചിറ്റിലപ്പള്ളി, സുനിൽ കുമാർ. മ്യൂസിക് ലൈവ് മീഡിയ പോന്നോർ. പ്രത്യേക നന്ദി പ്രതീഷ് പി വിക്കും കുടുംബത്തിനും. ഗ്രാമം സർഗവേദി അവതരിപ്പിക്കുന്ന 4ാമത് നാടകം ഞാൻ ഒടിയൻ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഒടിയന് എന്താണ് ഇത്ര പ്രസക്തിയെന്ന്. പല രൂപത്തിലും ഭാവത്തിലും ഒടിയൻ ഇപ്പോഴും നമ്മളിൽ ജീവിക്കുന്നു. കണ്ണാടി നിങ്ങളിലേക്കൊന്ന് തിരിച്ചു പിടിക്കൂ. ഒരുപക്ഷെ നിങ്ങളിലും ഒരു ഒടിയനെ കാണാം. കാലങ്ങളെ അതിജീവിച്ചവൻ ഒടിയൻ, കാലാന്തരങ്ങളെ അതിജീവിക്കുന്നവൻ ഒടിയൻ. ഞാൻ ഒടിയൻ, ഒടിയൻ, ഒടിയൻ. മുത്തച്ഛന്റെ പൊന്നുമക്കള് ആ കുന്ത്രാണ്ടൊന്ന് താഴെ വെച്ച് വേറെ എന്തെങ്കിലും ഒരു കളി കളിച്ചടാ. ഏതു നേരവും ഈ മൊബൈൽ എന്നെ മൊബൈല്. ഓ ഓ മുത്തശ്ശ, എനിക്ക് ബോറടിച്ചിട്ടാ. ഞാൻ ആരുടെ കൂടെ കളിക്കാനാ? ഈ മുത്തശ്ശന്റെ കൂടെയാ. ആ അതും ശരിയാ. പണ്ടത്തെ കൂട്ടുകുടുംബങ്ങളിൽ എന്തോരം കുട്ടികളായിരുന്നു. ഇന്നിപ്പോ എന്റെ ശിവനെ, മക്കളെ ലോണെടുത്ത് പഠിപ്പിച്ച് ഊക്കയിലേക്കും ഉഗാണ്ടയിലേക്കും പഠിപ്പിക്കാൻ കയറ്റി വിടുമ്പോ സ്വയം ചിന്തിക്കണമായിരുന്നു, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം. എന്റെ പൊന്നുമോനെ, നീ ആ കെടുതാപ്പൊന്ന് താഴെ വെക്ക്. നിന്റെ കണ്ണെങ്ങാനും പൊട്ടിപ്പോയാ ഊക്കേന്ന് നിന്റെ ടാടിയും മമ്മിയും വരുമ്പോ ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? നിന്റെ ആയിരങ്കാവിൽ അമ്മേ കാത്തോളേ. മുത്തശ്ശ, എനിക്കൊരു കഥ പറഞ്ഞേ, കേൾക്കാൻ നല്ല രസമുള്ള കഥ. മക്കൾ വാ. പണ്ടൊരു കാട്ടിൽ വലിയൊരു പെരുമ്പാമ്പുണ്ടായിരുന്നു. ഒരു ദിവസം അതിന് വിശന്നപ്പോ അതെര പിടിക്കാൻ വേണ്ടി എഴഞ്ഞെഴഞ്ഞ്. ഈ ഇടച്ചിലാ കുറെ കേട്ടതാ. വേറെ കഥ പറയും, കേൾക്കാൻ നല്ല രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുള്ള കഥ. ടെസ്റ്റുള്ള കഥ അല്ലേ? എന്നാ ഞാനൊരു കഥ പറയാം. കഥയല്ല, എൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത് അത് ജീവിതമായിരുന്നു. ഇക്കാണുന്ന കണ്ണൻ ചിപ്പിക്കുന്ന പ്രകാശമൊന്നും ഇല്ലാത്തൊരു കാലം. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ്
ശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശാസ്ത്രത്തെ മുറുകെ പിടിച്ച് നമ്മൾ ഇനിയുമേറെ നവോത്ഥാനത്തിലേക്ക് മുന്നേറേണ്ടതുണ്ട്. ഈ നവോത്ഥാന വെളിച്ചം അണയാൻ ഇടവരുത്താതിരുത്തട്ടെ. ഈ വെളിച്ചം സമൃദ്ധമായ വെളിച്ചമല്ല. ഈ വെളിച്ചത്തിൻ്റെ സഞ്ചാരപഥത്തിനപ്പുറവും ഇപ്പുറവും ഇരുട്ടാണ്. ഈ ഇരുട്ടിൻ്റെ മറവിൽ ചതിയും വഞ്ചനയും കൂട്ടിരിക്കും. ഞാൻ ഒടിയൻ, കാലങ്ങളെ അതിജീവിച്ചവൻ, കാലാന്തരങ്ങളെ അതിജീവിക്കുന്നവൻ. ഞാൻ ഒടിയൻ. ഞാൻ നിങ്ങളെപ്പോലെ ജീവിച്ചവൻ, നിങ്ങളെപ്പോലെ സന്തോഷിച്ചവൻ, നിങ്ങളെപ്പോലെ സ്വപ്നങ്ങൾ നെയ്തവൻ. കാലം എന്നെ ഒടിയനാക്കി. ഒടിയനായി വേഷം കെട്ടേണ്ടി വന്ന രാമന്റെ കഥ എന്റെ കഥ. ഞാൻ ഒടിയൻ. ചോരാതെ തീരത്തെ കോരന്റെ മോളുണ്ടല്ലോ, നീലിപ്പെണ്ണ്, അവൾക്ക് വയറ്റിലുണ്ടെന്നോ ഛർദിലുണ്ടെന്നോ ഒക്കെ കേക്കുണ്ടല്ലോ. ദത്താ ചിങ്ങ
അന്ന് കോരൻ ചിറകെട്ടാൻ പോയ സമയത്ത് തിരുവേനിക്ക് അവിടെ ഒരു വിരിവെപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഓർപ്പിക്കാൻ വരട്ടെ. നമ്മുടെ കൊയ്ത്തും വരിയും കഴിഞ്ഞ് മേൽമുണ്ടും ചുറ്റി ഇങ്ങോട്ട് പോരുമ്പോ ദാ ഇരിക്കണ ഒരു കൃഷ്ണൻ യവനും പോയിട്ടുണ്ടായിരുന്നു വിത്തറക്കാൻ. ഏത് അങ്ങനെയുണ്ടല്ലോ ഒരു വകുപ്പ്. എന്താ അല്ല ദേവനല്ലേ പോകുന്നേ? എടാ തേവാ, എടാ നായിന്റെ മോനെ ഇവിടെ വാടാ. എടാ ഞാനാ തമ്പ്രാൻ, നീയാ തമ്പ്രാൻ, വിളിച്ചോടത്ത് വാടാ. കണ്ട അവൻ തിരുവേനി വിളിച്ചെന്നും കരുതി തീണ്ടാപ്പാട് അകലം മറന്ന് കേറി വരണത് കണ്ട കൂടാ ഞാനെന്ന് വിളിക്കുമ്പോഴേക്ക് നീ തീണ്ടാപാടകലം മറന്ന് വന്നടാ. ഇടയ്ക്കൊരു ഭീഷണി ആവശ്യ, അല്ലെങ്കിൽ അവര് മുറത്ത് കയറി കൊത്തും. അതായി അതി. എടോ ഒന്ന് പൊതിക്കേ, ഇടയ്ക്കൊരു രസം അല്ലേ? ഇത് കുടിച്ചില്ലേ? ഇതങ്ങോട്ട് കാര്യാക്ക. വഴി ഞാൻ മാറാം, പക്ഷേ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല. നിങ്ങളുടെ ചോദ്യവും എന്റെ ഉത്തരവും പഴയത് തന്നെ. കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. അങ്ങനെ ഒരു ഏറുവാക്ക് പറഞ്ഞ് നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഈ ദത്തൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നേടാതിരുന്നിട്ടില്ല. എന്താ ഞാൻ തൊട്ടാ നിന്റെ ശ്രുതി പോകുമോ? എടി ഞാനും നിന്റെ കുള്ളം തന്നെയാ, ഒരിച്ചിരി കറുത്തുപോയെന്ന് മാത്രം. മനുഷ്യ ജന്മങ്ങൾ കറുത്തിട്ടും വെളുത്തിട്ടുമാണ്, എന്നാൽ നിങ്ങളുടെ ഉള്ളിലും കറുപ്പാണ്, കട്ട കറുപ്പ്. അത് കുട്ടിയുടെ തോന്നല. എന്റെ ഈ തിരുമേനി ഇച്ചിരി കറുത്തു പോയെന്നേ ഉള്ളൂ, ഉള്ളേ തൂ വെള്ളയാ. എന്റെ ഈ തിരുമേനിയെ പോലെ നല്ല ആരോഗ്യവും ആഭിജാത്യമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ടാ? ഈ നാട്ടുകാര് ദരിദ്രവാസികൾ എന്നെ കുറിച്ച് പരദൂഷണങ്ങൾ പലതും പറയും. അത് അസൂയ കൊണ്ട്. അതിന് നീ ചെവി കൊടുക്കണ്ട. നിങ്ങളെ കുറിച്ച് ഈ നാട്ടുകാർ എന്തെല്ലാം പറയുന്നു. ആ പണിക്കാരൻ രാമൻ നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതിനെ കുറിച്ച്. പിന്നെ പുരോഗമനവാദിയായ നിന്റെ തന്ത ഈ കറുത്ത ദത്തനെ ഒഴിവാക്കി ആ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ആ വെളുത്ത രാമനെ എങ്ങനെ മരുമകനാക്കാനാണോ ഉദ്ദേശം? നിങ്ങളെക്കാളും എന്തുകൊണ്ട് ഭേദം പാടത്ത് പണിയെടുക്കുന്ന രാമന. ഇവളിനി ഇവിടെ എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് ഈ ദത്തൻ തീരുമാനിക്കും. തിരുമേനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, കേട്ടിട്ട് കോപിക്കരുത്. എന്താന്ന് വെച്ചാ പറഞ്ഞു തുളയ്ക്കടാ. അത് പിന്നെ ഞാൻ ഇന്നലെ പാടവരപ്പത്ത് വെച്ച് രാമനെ കണ്ടു. അവൻ എന്നോട് പറയാ കറുത്ത തിരുമേനിയുടെ കൂടെയുള്ള എന്റെ ഈ നടത്തം നിർത്തണത്. അവൻ അങ്ങനെ പറഞ്ഞു? ആ നായിന്റെ മോനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഒന്ന് കത്തിക്ക. തിരുമേനി, അല്ല രാമനല്ലേ പോകുന്നേ? രാമനോ? അതെ. വിളിക്കണവനെ. ഓ,
ഒന്ന് ഒഴിച്ചു കൊടുക്കടാ. വേണ്ട എനിക്ക് അരിപ്പാകുമ്പോഴേക്കും കുടിയിലെത്താനുള്ളതാ. കുടിയിലൊക്കെ പോകാമേ, നീ ഇത് കുടിക്കേ. താഴെപ്പാടത്ത് വിത്തിറക്കാറായി അല്ല രാമ? ഇത്തവണ താഴെപ്പാടം കൂട്ടങ്ങളും രാമനെ ഏൽപ്പിക്കാന്നാ നാം വിചാരിക്കണേ. എന്താ നീ ഇത് കുടിച്ചില്ലേ? കുടിക്ക് രാമ. ഇത് കുടിക്കിരാമാ. രാമനോടെ വരിക, നിങ്ങളുടെ അടുത്ത് വരിക, ഇങ്ങോട്ട് വരിക. ഒരു കൂട്ടം പറയാനാണേ. ഇല്ല അമ്പ്ര, എനിക്ക് കഴിയില്ല അമ്പ്ര. എന്റെ അമ്പ്രാട്ടിന്റെ ചതിക്കാൻ എനിക്ക് കഴിയില്ല അമ്പ്ര. രാമ ഒഴിച്ചു കൊടുക്കടാ. നീ അത് ചെയ്ത കോലോത്ത ഇന്ദുലേഖ തമ്പുരാട്ടി നിനക്ക് സ്വന്തം. നിനക്കത് കഴിയും രാമ. താഴെപ്പാടത്തേക്കുള്ള വിത്തും കാര്യങ്ങളൊക്കെ ശരിയാക്കിയില്ലേ? ഞാറ്റുവേലയ്ക്ക് തന്നെ വിത്തിറക്കാൻ പറ്റില്ല കോരാ. ആ ശങ്കരന്റെ കൂര മേയാൻ ഓല കൊടുത്തോ? ആ ചിരുത പെണ്ണേ നിറവയറായിട്ടാ പാടത്ത് പണിയണത്. പേരെന്തിണ്ട് ആര്യം കഴിയണവരെ അവളോട് കുടിയിൽ നിന്നോളാൻ പറയാ. കുടിയിലേക്ക് ആവശ്യമുള്ള എന്താച്ചാ കൊടുക്കുക. പിന്നെ അവളുടെ മൂത്ത മോൾക്ക് പനങ്കൊല പോലെയാ മുടി. എന്താ ചേലേ, കുട്ടിക്ക് തേച്ചു കുളിക്കാൻ നാഴി എണ്ണയും കൂടുതൽ കൊടുക്കുക. ആ എന്നാ അങ്ങനെ ആവട്ടെ. ഹേയ്, തുളസിത്തറയില് വിളക്ക് വെച്ചില്ല, നേരെ വൈകിയിലോ. മോളെ മോളെ ഇന്ദു, തുളസിത്തറയില് വിളക്ക് വെച്ചില്ല. മോളെ എന്താ അച്ഛാ? തുളസിത്തറയില് വിളക്ക് വെച്ചില്ല. ദാ വരുന്നു. ആ ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോ. രാമൻ
തമ്പുരാട്ടിക്ക് ആചാരങ്ങളൊന്നും അറിയില്ലെന്നുണ്ടോ? പുലാപ്പേടി എന്നൊന്ന് കേട്ടിട്ടുണ്ടോ? സന്ധ്യയ്ക്ക് ദീപം തെളിച്ചതിന് ശേഷം ഉന്നത കുലത്തിൽപ്പെട്ട സ്ത്രീകളാരും പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ലെന്ന്. അഥവാ പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങിയാൽ കീഴ്ജാതിക്കാരെങ്കിലും തീണ്ടിയാൽ കുലത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആചാരം. എന്താ അറിയില്ലെന്നുണ്ടോ? ആ നിലയ്ക്ക് ഈ നിമിഷം മുതൽ തമ്പുരാട്ടി കോലോത്തിന് പുറത്താ. തൊട്ട് വീണത് രാമനല്ലേ? അപ്പൊ രാമൻ കൊണ്ടുപോട്ടെ. ആരാ അവിടെ? എന്താ ഒരു ബഹളം? എന്താ ഇവരൊക്കെ ഇവിടെ? വരട്ടെ, എല്ലാവരും വരട്ടെ. എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും അറിയട്ടെ. എന്താ ഉണ്ടായി? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. മോളെ എന്താ ഉണ്ടായി? തുളസിത്തറി വിളക്ക് വെച്ച് മടങ്ങുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ എന്നെ ഈ രാമൻ ചതിച്ചല്ലോ ഭഗവതി. രാമ, ഇപ്പൊ എല്ലാവർക്കും ബോധ്യം വന്നില്ലേ? ഇനി ആചാരപ്രകാരം ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്ക. ഇല്ല, എനിക്കതിന് കഴിയില്ല. സ്ത്രീകൾക്ക് തുല്യത കൽപ്പിക്കാത്ത ആചാരങ്ങൾ കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. കഴിയണം. ഈ ആചാരം നിങ്ങൾക്കും ബാധകമാണ്. ആചാരം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ, അകത്ത് തളർന്നു കിടക്കുന്ന നിന്റെ അമ്മയോട് ഈ അച്ഛൻ എന്ത് പറയണം? മരിച്ചെന്ന് പറയണം. ദത്ത, എനിക്കുള്ള സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. പക്ഷെ എന്റെ മോളെ ആർക്ക് വേണം നിങ്ങളുടെ സ്വത്ത്? ഈ ദത്തൻ ഒന്ന് വേണം. ഇവളെ സാധ്യമല്ല. മോളെ, നീ കളിത്തുവാ. ഇനി ഒരിക്കലും നിന്നെ ഇങ്ങനെ കാണാനാകില്ലല്ലോ. ഭ്രഷ്ട. മാപ്പാക്കും. എനിക്ക് ആ തമ്പ്രാൻ കുടിക്കാനും പോകാനും നന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. എന്റെ ബോധക്കേടിന് ചെയ്തു പോയതാ. അമ്പ്രാട്ടി മാപ്പാക്കും. അമ്പ്രാട്ടിന് കോലത്ത് കൊണ്ടാക്കി തരട്ടാ. രാമ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല എന്റെ കുലത്തിലെ ആചാരങ്ങൾ. ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. മരിച്ചതിന് തുല്യം. ഇനി ഇതാണ് എന്റെ കോവിലകം. അമ്പ്രാട്ടി, ഇനിയിപ്പോ എന്താ ചെയ്യ? ഈ മ്രാട്ടിക്കുട്ടീനെ കഷ്ടപ്പെടുത്താണ്ട് നോക്കാം. അല്ലാണ്ട് പോതൊക്കെ നിനക്ക് പറ്റിയ തെറ്റ് തീർത്താൻ കുറ്റണം. അതെ രാമ, ചില തെറ്റുകൾ അങ്ങനെയാണ്, തിരുത്താൻ കഴിയാത്ത തെറ്റുകൾ. പെരയിൽ ഒരു പുതുപ്പെണ്ണ് വന്ന് കയറിയിട്ട് കുലദൈവങ്ങൾക്ക് വേണ്ടുന്നത് കൊടുക്കണ്ടേ? അതിനെന്താ ചെയ്യണം?
வாழ்க வாழ்க நல்ல வடக்கும் கொல்லம் வாழ்க அதக்கம் கொல்லம் வாழ்க அதக்கஞ்சேரி കന്യകാവേ തയ്യലേ ധാർമ്മകളെ കന്യകേ കനകരൂപിണി കാരുണ്യമുള്ളൊരു ദേവിയേ കളത്തിൽ വന്നിക്കളമ്മടിയൻ്റെ പൂജകൊള്ളമ്മേ എന്നമ്മേ തമ്പുരാട്ടിയേ ആവാട് പടിഞ്ഞാറുമേട്ട് ശ്രീമേട്ട് പള്ളിയിൽ മടക്കത്തമുള്ളൊരു മഞ്ഞപ്പൂ നിലാവാടയും കൈകോർത്ത് വെച്ച് മഞ്ഞപ്പട്ടാടയും ചേർമാൻ പട്ടവും തിരുവായുധവും വെച്ച് ഞാൻ തോറ്റത്തെ ചൊല്ലി വരെ വിളിക്കുമ്പോൾ തോറ്റത്തെ കേൾപ്പാൻ 68 അനത്തലവന്മാരെ കൊണ്ട് അരക്കിങ്ങിനിയാക്കിയ വേദാളം പുറം കയറി വരിക നമ്മ തമ്പുരാട്ടിയേ ഏഴര നാഴികരാവുള്ളപ്പോൾ എഴുന്നള്ളും തമ്പുരാട്ടി നല്ലത്തിന്റെ തിരുമുന്നിൽ വേണ്ട, ദൈവങ്ങൾക്ക് രക്തമല്ലേ വേണ്ടത്? എന്നാൽ അത് എന്റെ തന്നെ ആവട്ടെ. ഉറങ്ങാൻ പറ്റണില്ലേ? അമ്പ്രാട്ടി എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. രാമേട്ടൻ ചെയ്തതല്ല തെറ്റ്. ഈ വ്യവസ്ഥിതിയാണ് മാറേണ്ടത്, മാറ്റേണ്ടത്. അമ്പ്രാട്ടിയെ ഇപ്പൊ എന്താ വിളിച്ചത്? ഞങ്ങളെ അങ്ങനെയൊക്കെ വിളിക്കാവോ? ഞാനിപ്പോ നിങ്ങളിൽ ഒരാളായില്ലേ?
എന്നാൽ എന്റെ അമ്പ്രാട്ടിയെ തമ്പുരാട്ടിയല്ല, ഇന്ദുലേഖ, രാമന്റെ പെണ്ണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്പ്രാട്ടിയെ? ഈ ക്രൂരതയ്ക്ക് എനിക്ക് പ്രതികാരം ചെയ്യണം. അതിന് രാമേട്ടനെ സഹായിക്കണം. എനിക്ക് ആ ദുഷ്ടനെ പേടിയാ. അതിനൊരു വിദ്യ ഞാൻ രാമേട്ടനെ പഠിപ്പിക്കാം. എന്റെ വീട്ടിലെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല. അതിന് എനിക്ക് കഴിയോ? രാമേട്ടന് കഴിയും. അത് പഠിച്ച് എന്റെ പ്രതികാരം പൂർത്തിയാക്കിയാൽ പിന്നെ ഈ ഇന്ദുലേഖ രാമൻ സ്വന്തം. ചൂട്ട് വീശി വേഗം നടക്കുക. ഞാൻ വേഗം നടന്നിട്ട് എന്താ കാര്യം? തിരുമേനിക്കല്ലേ ഗുണമുള്ളൂ. അങ്ങനെയൊന്നും പറയാണ്ട് നടക്കാൻ വേഗം. തിരുമേനി ഒരു കാര്യം അല്ല, തിരുമേനി ആ നിക്കണത് ഒരു മാനല്ലേ? മാനോ? ഇവിടെയോ? ഇവിടെ ഒരു മാനുമില്ല ഊനുമില്ല. അങ്ങനെ നടക്കാം. തിരുമേനിക്ക് കണ്ടു കാണില്ലേ? തിരുമേനി ആ പോയതൊരു പോത്തല്ലേ? പോത്തോ? ഇവിടെയാ? നേരത്തെ അതൊരു മാനായിരുന്നു, ഇപ്പൊ അത് പോത്തായോ? തിരുമേനി തിരുമേനി ഇതേ നിക്ക്, ഒരു പോത്ത് നിൽക്കുന്നു. അത് പോത്താൻ കേട്ടോ, സൂക്ഷിക്കണം സൂക്ഷിക്കണം കേട്ടോ. എവിടെ പോത്താട്ടാ തിരുമേനി? ഞാൻ പോവാ, വേഗം കൊള്ളൂ.
തമ്പ്രാട്ടിയെ. ശ്യാമൻ കണ്ണാടി നിങ്ങളിലേക്കൊന്ന് തിരിച്ചു പിടിക്കൂ. നിങ്ങളിലും ഒരു ഒടിയനെ കണ്ടെത്താം. കാലങ്ങളെ അതിജീവിച്ചവൻ ഒടിയൻ, കാലാന്തരങ്ങളെ അതിജീവിച്ചവൻ ഒടിയൻ.